ഹലോ എവരി വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പൊ നമ്മുടെ ഡൈജഷൻ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു, മെക്കാനിക്കൽ ഡൈജഷൻ ആൻഡ് കെമിക്കൽ ഡൈജഷൻ അല്ലേ? അപ്പൊ ആ രണ്ട് ഡൈജഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതിനുശേഷം അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ആണ് പറഞ്ഞത്. അതായത് നമ്മുടെ ഡൈജഷന് ശേഷം ഉണ്ടാകുന്ന സിമ്പിൾ ന്യൂട്രിയൻസ് ഏതൊക്കെ പാർട്സിലേക്കാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്, അതായത് ബ്ലഡും ലിംഫുമാണ് അതിനെ എന്ത് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ബ്ലഡിനകത്തിലേക്ക് പോകുന്ന ന്യൂട്രിയൻസ് ഏതൊക്കെയായിരുന്നു? വാട്ടർ സോളുബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആയ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് തുടങ്ങിയവയാണ് ഏതിലേക്ക് പോകുന്നത്, ബ്ലഡിലേക്ക് പോകുന്നത് അല്ലേ? ഇനി ലിംഫിലേക്ക് പോകുന്ന എന്തൊക്കെയായിരുന്നു? അതായത് ഫാറ്റിന്റെ ഡൈജഷന്റെ ഫലമായിട്ടുണ്ടായ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാണ് ആര് വഹിച്ചുകൊണ്ട് പോകുന്നത്, ലിംഫ് വഹിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തില് മെറ്റീരിയൽസിന്റെ ട്രാൻസ്പോർട്ടേഷന് സഹായിക്കുന്നത് രണ്ട് ഘടകങ്ങളാണ്, അതായത് ഒന്ന് ബ്ലഡ്, അടുത്തത് ലിംഫ്. അപ്പൊ ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ബ്ലഡിനെ കുറിച്ചും ലിംഫിനെ കുറിച്ചുമാണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിലേക്കൊക്കെ മെറ്റീരിയൽസിന്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കണം. അതിൽ പ്രധാനമാണ് ഏതെന്ന് പറയുന്നത് സിമ്പിൾ ന്യൂട്രിയൻസ് വഹിച്ചുകൊണ്ട് പോകുക എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഇങ്ങനെ ന്യൂട്രിയൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് ആണ് നമ്മളെ സഹായിക്കുന്നത്. ഏതൊക്കെയാണ് ആ ബോഡി ഫ്ലൂയിഡ്സ്? ഒന്നെന്ന് പറയുന്ന ബ്ലഡ്, രണ്ടെന്ന് പറയുന്ന ലിംഫ് ഇല്ലേ? അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഈ ബ്ലഡ് അടങ്ങിയിട്ടുള്ള ഓർഗൻ സിസ്റ്റം അല്ലെങ്കിൽ അവയവ വ്യവസ്ഥയെ വിളിക്കുന്ന പേരാണ് സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ രക്തപരിയാന വ്യവസ്ഥ എന്ന് വിളിക്കും. അപ്പം ബ്ലഡ്, അതുപോലെ തന്നെ ഹാർട്ട്, ബ്ലഡ് വെസൽസ്, ഈ മൂന്ന് പാർട്സ് ചേർന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ രക്തപരിയാന വ്യവസ്ഥ. അപ്പൊ ഈ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടിയാണ് മെറ്റീരിയൽസിന്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. ഇനി ഇത് കൂടാതെ തന്നെ ലിംഫ് എന്ത് ചെയ്യുന്നുണ്ട്, മെറ്റീരിയൽസ് ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ലിംഫ് അടങ്ങിയിട്ടുള്ള ഓർഗൻ സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ലിംഫാറ്റിക് സിസ്റ്റം അല്ലെങ്കിൽ ലിംഫ് വ്യവസ്ഥ. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് സർക്കുലേറ്ററി സിസ്റ്റം ആൻഡ് ലിംഫാറ്റിക് സിസ്റ്റമാണ്. അപ്പൊ അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ രക്തപരിയാന വ്യവസ്ഥ. അപ്പൊ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ അടങ്ങിയിട്ടുള്ളതായിരുന്നു? ബ്ലഡ്, ബ്ലഡ് വെസൽസ് ആൻഡ് ഹാർട്ട്. രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം തുടങ്ങിയവ ചേർന്നിട്ടുള്ള അവയവ വ്യവസ്ഥയാണ് എന്തെന്ന് വിളിക്കുന്നത്, സർക്കുലേറ്ററി സിസ്റ്റം. അപ്പൊ അതിനകത്തില് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? ബ്ലഡ് ആണ് അല്ലെങ്കിൽ രക്തം. അപ്പൊ നമുക്കറിയാം ബ്ലഡ് എന്ന് പറയുന്നത് ഒരു ബോഡി ഫ്ലൂയിഡ് ആണ് അല്ലെ, ശരീരദ്രവമാണ്. അപ്പൊ ഈ ബ്ലഡ് എന്ന് പറയുന്നത് സിമ്പിൾ ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് തുടങ്ങിയവ വഹിച്ചുകൊണ്ട് പോകുന്നു. അപ്പൊ ഈ ബ്ലഡ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിനകത്ത് രണ്ട് കമ്പോണൻസ് അല്ലെങ്കിൽ രണ്ട് ഘടകങ്ങളാണുള്ളത്. ഫസ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡ് പാർട്ട്, ഒരു ദ്രാവക ഭാഗമാണ്. അതിനെ വിളിക്കുന്ന പേര് പ്ലാസ്മ. അപ്പൊ നമ്മുടെ ബ്ലഡ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 55% എന്ത് തന്നെയായിരിക്കും, പ്ലാസ്മ ആയിരിക്കും. അതാണ് നമ്മുടെ ബ്ലഡിലെ ഫ്ലൂയിഡ് പാർട്ട്. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ രക്തകോശങ്ങൾ. അതായത് നമ്മുടെ രക്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 45% എന്തായിരിക്കും, ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ രക്തകോശങ്ങളായിരിക്കും. അപ്പൊ നമ്മുടെ രക്തത്തിലുള്ളത് രണ്ട് ഘടകങ്ങളാണ്, ഫ്ലൂയിഡ് പാർട്ട് പ്ലാസ്മ, അതുപോലെ തന്നെ ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ രക്തകോശങ്ങൾ. ഇനി ഈ പ്ലാസ്മ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തില് ഒരു 90 to 92%, അതായത് ഒരു 90 മുതൽ 92% എന്ത് തന്നെയായിരിക്കും, വാട്ടർ അല്ലെങ്കിൽ ജലമായിരിക്കും. ഇനി ഇത് കൂടാതെ ഇതിനകത്തിൽ പ്ലാസ്മയ്ക്കകത്തിൽ പ്രോട്ടീൻസ് കാണും. 3 പ്രോട്ടീനുകളാണ് കാണപ്പെടുന്നത്, ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. അപ്പം പ്ലാസ്മയ്ക്കകത്തിൽ വാട്ടർ അല്ലെങ്കിൽ ജലമുണ്ട്, അത് കൂടാതെ തന്നെ പ്രോട്ടീൻസ് ഉണ്ട്. ഏതൊക്കെ പ്രോട്ടീനുകളാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഇത് കൂടാതെ അതർ കമ്പോണൻസ് അല്ലെങ്കിൽ മറ്റു ഘടകങ്ങളും കാണും. അതായത് ഗ്ലൂക്കോസോ ഹോർമോണുകളോ അങ്ങനെയൊക്കെ ഉള്ള ഘടകങ്ങളും എന്തിൽ കാണും, പ്ലാസ്മയിൽ കാണും. അപ്പൊ ഇതിനകത്തിലെ പ്ലാസ്മ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. അപ്പൊ ഈ പ്ലാസ്മയിൽ അടങ്ങിയിട്ടുള്ള ഈ 3 പ്രോട്ടീൻസിന് ഓരോരോ ഫങ്ഷൻസ് ഉണ്ട്. അതായത് ആൽബുമിൻ എന്ന് പറയുന്നത് BP റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു, അതായത് ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഏതെന്ന് പറയുന്നത്, ആൽബുമിൻ. രണ്ടെന്ന് പറയുന്നത് ഗ്ലോബുലിൻ. ഗ്ലോബുലിൻ എന്ന് പറയുന്നത് ഡിഫൻസ് അല്ലെങ്കിൽ പ്രതിരോധത്തിന് സഹായിക്കുന്നു. അതായത് നമ്മുടെ ശരീരത്തിനകത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ പതോജൻസ് അല്ലെങ്കിൽ രോഗാണുക്കളൊക്കെ പ്രവേശിക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രതിരോധ ശേഷി തരാൻ സഹായിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, ഗ്ലോബുലിൻ. ഇനി 3 എന്ന് പറയുന്നത് ഫൈബ്രിനോജൻ. ഫൈബ്രിനോജൻ ബ്ലഡ് ക്ലോട്ടിങ് അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്നു. അതായത് നമ്മുടെ ശരീരത്തിൽ മുറിവൊക്കെ ഉണ്ടാകുമ്പോൾ രക്തം വാർന്നു പോകില്ലേ, അപ്പൊ അങ്ങനെ രക്തം വാർന്നു പോകാതെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഏതെന്ന് പറയുന്നത്, ഫൈബ്രിനോജൻ. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ പ്ലാസ്മയിലുള്ള ഘടകങ്ങൾ? പ്ലാസ്മയിൽ വാട്ടർ ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്. പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ആൽബുമിൻ, ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ. ഇത് കൂടാതെ അതർ കമ്പോണൻസ് അല്ലെങ്കിൽ മറ്റു ഘടകങ്ങളും ഉണ്ട്. ഇനി നമ്മുടെ ബ്ലഡ് സെൽസ് എടുത്ത് നോക്കിയാൽ 3 ബ്ലഡ് സെൽസ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ RBC, ചുവന്ന രക്താണുക്കൾ എന്ന് പറയും. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഈ RBCക്ക് ഏത് കളർ കാണും? റെഡ് കളർ കാണും. ഇനി RBCയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്
റെസ്പിറേറ്ററി ഗ്യാസസ് അല്ലെങ്കിൽ ശ്വസനവാതകങ്ങൾ. ഏതൊക്കെയാണ് നമ്മുടെ ശ്വസനവാതകങ്ങൾ എന്ന് പറയുന്നത്? ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ഈ ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും വഹിച്ചുകൊണ്ട് പോകുന്നവരാണ് ആരെന്ന് പറയുന്നത്? RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ്. അതായത് റെഡ് ബ്ലഡ് സെൽസ് ക്യാരി ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് റെസ്പിറേറ്ററി ഗ്യാസസ്. ശ്വസനവാതകങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്നവരാണ് ആരെന്ന് പറയുന്നത്? റെഡ് ബ്ലഡ് സെൽസ്. ഇനി വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട് അല്ലെങ്കിൽ WBC. ഇവരെന്ന് പറയുന്നത് ഡിഫൻസിന് സഹായിക്കുന്നു, അതായത് പ്രതിരോധത്തിന് സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്ന പതോജൻസ് അല്ലെങ്കിൽ രോഗാണുക്കളെ നശിപ്പിക്കാനായിട്ട് സഹായിക്കുന്നവരാണ് ആരെന്ന് പറയുന്നത്? വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ WBC. വെളുത്ത രക്താണുക്കൾ അല്ലെങ്കിൽ ശ്വേത രക്താണുക്കൾ എന്ന് പറയും. അവര് ഡിഫൻസിന് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ 3 എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ്സ്. പ്ലേറ്റ്ലെറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ടിങ് അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പൊ നമ്മുടെ ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ രക്തകോശങ്ങൾ എന്ന് പറയുന്നത് 3 തരത്തിലാണ്: RBC, WBC ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. അതിലെ RBC എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് റെസ്പിറേറ്ററി ഗ്യാസസ് അല്ലെങ്കിൽ ശ്വസനവാതകങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്നു. WBC അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ് അവരെന്ന് പറയുന്നത് ഡിഫൻസ് പ്രതിരോധത്തിന് ഹെൽപ്പ് ചെയ്യുന്നു. 3 പ്ലേറ്റ്ലെറ്റ്സ് അവരെന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പൊ ഇത് ഇത്രയുമാണ് നമ്മുടെ ബ്ലഡിലുള്ള കമ്പോണൻസ്. അപ്പൊ ഈ ബ്ലഡിനകത്തിലുള്ള ഈ ഓരോ ഘടകങ്ങൾക്കും എന്തോ ഉണ്ട്, ഓരോരോ ഫങ്ഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അവയെല്ലാം നമ്മുടെ ശരീരത്തിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ്. ഇനി അതുപോലെ തന്നെ ഈ പ്ലാസ്മയാണ് ഇതിനകത്തിലുള്ള സിമ്പിൾ ന്യൂട്രിയൻസിനെ എല്ലാം വഹിച്ചുകൊണ്ട് പോകുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളുടെ ഡൈജഷന് ശേഷം ഉണ്ടാകുന്ന സിമ്പിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസിനെ എല്ലാം കൊണ്ടുപോകുന്ന ആരായിരിക്കും? പ്ലാസ്മയായിരിക്കും. ഇനി ഇവിടെ എന്ന് പറയുന്നത് ഈ ബ്ലഡ് ആണ് മെറ്റീരിയൽസിനെ എല്ലാം കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ കൊണ്ടുപോകുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് എവിടേക്ക് എത്തണം? നമ്മുടെ സെല്ലിനെ അകത്തിലേക്ക് എത്തണം. പക്ഷെ ഈ സെൽസിനകത്തിലേക്ക് അല്ലെങ്കിൽ കോശങ്ങൾക്കകത്തിലേക്ക് എന്തിനാണ് ഇങ്ങനെ ന്യൂട്രിയൻസ് ഒക്കെ എത്തുന്നത്? നമുക്കറിയാം, നമ്മുടെ സെല്ലിനകത്തിലാണ് എല്ലാ തരത്തിലുള്ള മെറ്റാബോളിക് ആക്ടിവിറ്റീസും നടക്കുന്നത് അല്ലെ. അതായത് കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ സെൽസിനുള്ളിലാണ്. അപ്പൊ ആ സെല്ലുകൾക്കുള്ളിൽ എന്തെത്തേണ്ട ആവശ്യമുണ്ട്? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള സിമ്പിൾ ന്യൂട്രിയൻസ് എത്തണം അല്ലെ. അപ്പൊ അതിനെ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന ആരാണ്? ബ്ലഡ് ആണ്. ഇനി ഈ ബ്ലഡ് പോകുന്നതെന്ന് പറയുന്നത് ഇതുവഴിയാണ് ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ രക്തക്കുഴലുകൾ കൂടിയാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിലേക്ക് ബ്ലഡിനെ കൊണ്ടുപോകുന്ന ബ്ലഡ് വെസൽ ആണ് ഏതെന്ന് പറയുന്നത്? ആർട്ടറി അല്ലെങ്കിൽ ധമനികൾ. അപ്പൊ ഈ ആർട്ടറീസിൽ കൂടി പോകുന്ന ബ്ലഡിനകത്തിൽ എന്ത് കാണും? നമ്മൾ കഴിച്ച ആഹാരം ഡൈജസ്റ്റ് ചെയ്തുണ്ടായിട്ടുള്ള സിമ്പിൾ ന്യൂട്രിയൻസ് കാണും അല്ലെ. അപ്പൊ ആ ആർട്ടറീസ് എന്ന് പറയുന്നത് സെൽസിനകത്തിലേക്കൊന്നും കടക്കാൻ പറ്റത്തില്ല, കാരണം അവര് വലിയ ബ്ലഡ് വെസൽസ് ആണ്. അപ്പൊ ഈ സെല്ലിനടുത്തേക്ക് എത്തുമ്പോൾ ഈ ആർട്ടറീസ് വീണ്ടും ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് മാറും. ആ ബ്രാഞ്ചസിനെ വിളിക്കുന്ന പേരാണ് ബ്ലഡ് കാപ്പിലറീസ് അല്ലെങ്കിൽ രക്തലോമികകൾ. അതായത് ആർട്ടറീസ് അല്ലെങ്കിൽ ധമനികളുടെ ബ്രാഞ്ചസിനെ വിളിക്കുന്ന പേരാണ് ബ്ലഡ് കാപ്പിലറീസ് അല്ലെങ്കിൽ രക്തലോമികകൾ. അപ്പൊ ഈ ആർട്ടറീസിൽ നിന്നുണ്ടാകുന്ന ബ്ലഡ് കാപ്പിലറീസിലൂടെ ആയിരിക്കും എന്ത് ഒഴുകുന്നത്? ബ്ലഡ് ഒഴുകുന്നത്. ആ ബ്ലഡിനകത്തിൽ എന്ത് കാണും? സിമ്പിൾ ന്യൂട്രിയൻസ് കാണും അല്ലെ. അപ്പൊ ഈ ബ്ലഡ് കാപ്പിലറീസ് എന്ന് പറയുന്നത് പോകുന്നത് ഏതിനടുത്തുകൂടിയായിരിക്കും? സെല്ലിനടുത്തുകൂടിയായിരിക്കും. പക്ഷെ ബ്ലഡ് കാപ്പിലറീസിന് സെല്ലിനകത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ബ്ലഡ് കാപ്പിലറീസിലൂടെ ബ്ലഡ് ഒഴുകുമ്പോൾ ഒരു ഫ്ലൂയിഡ് പാർട്ട്, ഒരു ദ്രാവക ഭാഗം ഈ സെൽസിനിടയിലേക്ക് അല്ലെങ്കിൽ ഇന്റർ സെല്ലുലാർ സ്പേസസിലേക്ക്, അതായത് കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തേക്ക് ഒലിച്ചിറങ്ങും. അതായത് ആ ബ്ലഡിൽ നിന്നുള്ള ഈ ബ്ലഡ് കാപ്പിലറീസിൽ കൂടി ഒഴുകുന്ന ബ്ലഡിൽ നിന്ന് ഒരു ഫ്ലൂയിഡ് പാർട്ട് അല്ലെങ്കിൽ ദ്രാവക ഭാഗം എവിടേക്ക് ഊസൗട്ട് ചെയ്യുന്നു? അതായത് നമ്മുടെ സെൽസിനിടയിലുള്ള ഭാഗം, ഇന്റർ സെല്ലുലാർ സ്പേസസ് അല്ലെങ്കിൽ കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തേക്ക് ഒലിച്ചിറങ്ങും. ഈ ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണ് ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ടിഷ്യൂ ദ്രവം. അപ്പൊ ഈ ടിഷ്യൂ ഫ്ലൂയിഡിനകത്തിൽ കൂടിയായിരിക്കും ഈ സിമ്പിൾ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ലഘു പോഷകങ്ങളെല്ലാം എവിടേക്ക് എത്തുന്നത്? സെല്ലിനുള്ളിലേക്ക് എത്തുന്നത്. അപ്പൊ ബ്ലഡിൽ നിന്നും ടിഷ്യൂ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ടിഷ്യൂ ദ്രവത്തിലൂടെയാണ് സിമ്പിൾ ന്യൂട്രിയൻസ് എവിടേക്ക് എത്തുന്നത്? സെല്ലിനകത്തിലേക്ക് എത്തുന്നത്. അല്ലാതെ നേരിട്ട് ബ്ലഡിന് എവിടേക്ക് കടക്കാൻ പറ്റില്ല, സെൽസിനുള്ളിലേക്ക് കടക്കാൻ പറ്റത്തില്ല. പകരം എന്ത് ചെയ്യുന്നു? ബ്ലഡ് കാപ്പിലറീസിലൂടെ ബ്ലഡ് ഒഴുകുമ്പോൾ അതിൽ നിന്ന് ഒരു ഫ്ലൂയിഡ് പാർട്ട്, ഒരു ദ്രാവക ഭാഗമാണ് എവിടേക്ക് ഒലിച്ചിറങ്ങുന്നത്? ഇന്റർ സെല്ലുലാർ സ്പേസസ് അല്ലെങ്കിൽ കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തേക്ക് ഒലിച്ചിറങ്ങുന്നത്. അപ്പൊ ആ ടിഷ്യൂ ഫ്ലൂയിഡിലൂടെ അല്ലെങ്കിൽ ടിഷ്യൂ ദ്രവത്തിലൂടെയാണ് പദാർത്ഥങ്ങൾ എന്ത് ചെയ്യുന്നത്? കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതായത് സെല്ലിനുള്ളിലേക്ക് പദാർത്ഥങ്ങൾ പോകുന്നതും അതുപോലെ തന്നെ സെല്ലിൽ നിന്ന് തിരിച്ച് പദാർത്ഥങ്ങൾ ബ്ലഡിനകത്തേക്ക് കടക്കുന്നതും ഏതുവഴിയാണ്? ടിഷ്യൂ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ടിഷ്യൂ ദ്രവത്തിലൂടെയാണ്. ഇനി ഈ ടിഷ്യൂ ഫ്ലൂയിഡിന്റെ ഒരു പാർട്ട് ലിംഫ് വെസൽ അല്ലെങ്കിൽ ലിംഫ് വാഹിക്കുള്ളിലേക്ക് കടക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ലിംഫ്.
അപ്പൊ നമുക്കറിയാം ലിപ്പിഡ് അല്ലെങ്കിൽ ഫാറ്റ് ഡൈജഷൻ നടന്നുണ്ടാകുന്ന ഫാറ്റി ആസിഡും ഗ്ലിസറോളും എല്ലാം വഹിച്ചുകൊണ്ട് പോകുന്ന ആരാണ്? ലിംഫാണ് അല്ലെ. അതായത് വാട്ടറിൽ ഇൻസോൾബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസിനെയൊക്കെ കൊണ്ടുപോകുന്ന ലിംഫാണ്. അപ്പൊ ഈ ലിംഫ് ഫോം ചെയ്ത് എവിടെ നിന്നുമാണ്? ടിഷ്യൂ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ടിഷ്യൂ ദ്രവം. അതായത് ടിഷ്യൂ ഫ്ലൂയിഡിന്റെ ഒരു പാർട്ട് ലിംഫ് വെസലിനുള്ളിലേക്ക് കടക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ലിംഫ്. അപ്പൊ ഈ ലിംഫ് എന്തൊക്കെയാണ് വഹിച്ചുകൊണ്ട് പോകുന്നത്? ഫാറ്റിന്റെ ഡൈജഷന്റെ ഫലമായിട്ടുണ്ടായ ഫാറ്റി ആസിഡും ഗ്ലിസറോളും, അതുപോലെ തന്നെ ഫാറ്റ് സോളിബിൾ വിറ്റമിൻസ് ഉണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ കുറെ വിറ്റമിൻസ് ഉണ്ട് അല്ലെ. അതിൽ കുറച്ചെന്ന് പറയുന്നത് വെള്ളത്തിൽ ലയിക്കുന്നതും കുറച്ചെന്ന് പറയുന്നത് കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റിൽ ലയിക്കുന്നതുമാണ്. അപ്പൊ ഈ ഫാറ്റ് സോളിബിൾ വിറ്റമിൻസിനെയൊക്കെ കൊണ്ടുപോകുന്നത് ആരായിരിക്കും? ലിംഫ് ആയിരിക്കും. അപ്പൊ ആ ഫാറ്റ് സോളിബിൾ വിറ്റമിൻസ് എന്ന് പറയുന്നത് വിറ്റമിൻ എ, ഡി, ഇ, കെ തുടങ്ങിയവയാണ്. ഇനി വിറ്റമിൻ ബിയും സിയും ഏതിൽ ലയിക്കുന്നതാണ്? വാട്ടർ സോളിബിൾ ആണ്. അപ്പൊ അതിനെ രണ്ടിനെയും ആര് കൊണ്ടുപോയില്ല? ലിംഫ് കൊണ്ടുപോയില്ല. പകരം ലിംഫ് കൊണ്ടുപോകുന്നത് ഫാറ്റ് സോളിബിൾ വിറ്റമിൻസിനെയാണ്. ഇനി ഈ ബ്ലഡ് കാപ്പിലറീസ് എല്ലാം ന്യൂട്രിയൻസിനെ എവിടോട്ട് കൈമാറ്റം ചെയ്തു? സെല്ലിനുള്ളിലേക്ക് കൊടുത്തു അല്ലെ. ഇനി ആ സെല്ലിൽ നിന്നുള്ള വേസ്റ്റ് മെറ്റീരിയൽസും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെയൊക്കെയുള്ള പദാർത്ഥങ്ങൾ വീണ്ടും എന്ത് ചെയ്യും? തിരിച്ച് ടിഷ്യൂ ഫ്ലൂയിഡിലൂടെ ബ്ലഡിനുള്ളിലേക്ക് പ്രവേശിക്കും. അപ്പൊ ആ ബ്ലഡ് തിരിച്ചു പോകുന്നത് ഏത് വഴിയായിരിക്കും? വെയിൻസ് അല്ലെങ്കിൽ സിരകളിലൂടെയാണ്. അതായത് വേസ്റ്റ് മെറ്റീരിയൽസ് മാലിന്യങ്ങളെല്ലാം ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ ഇംപ്യൂർ ബ്ലഡ്, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ കൂടുതലുള്ള ബ്ലഡിനെ, രക്തത്തെ വഹിച്ചു കൊണ്ടുപോകുന്ന ആരാണ്? വെയിൻ അല്ലെങ്കിൽ സിരയാണ്. അതായത് നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രക്തത്തെ വഹിച്ചുകൊണ്ട് പോകുന്നത് ആരാണ്? വെയിൻ അല്ലെങ്കിൽ സിരയാണ്. ഇനി ശരീരത്തിലേക്ക്, അതായത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം കൊണ്ടുപോകുന്ന ആരാണ്? ആർട്ടറിയാണ്. അപ്പൊ ആർട്ടറിയുടെ ബ്രാഞ്ചസിനെ എന്ത് വിളിക്കും? ബ്ലഡ് കാപ്പിലറീസ് അല്ലെങ്കിൽ രക്തലോമികകൾ. ഈ ബ്ലഡ് കാപ്പിലറീസ് വീണ്ടും യുണൈറ്റ് ചെയ്ത് എന്തുണ്ടാകും? വെയിൻസ് അല്ലെങ്കിൽ സിരകൾ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ഫോം ചെയ്യുന്നത്? ടിഷ്യൂ ഫ്ലൂയിഡ് ഫോം ചെയ്യുന്നത്. ഇനി ഈ ബ്ലഡ് അടങ്ങിയിട്ടുള്ള സിസ്റ്റം എന്ന് പറയുന്നത് സർക്കുലേറ്ററി സിസ്റ്റം ആണ് അല്ലെ. ഇനി അതുപോലെ തന്നെ ലിംഫ് നമ്മൾ പറഞ്ഞു. ലിംഫ് അടങ്ങിയിട്ടുള്ള ഓർഗൻ സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ലിംഫാറ്റിക് സിസ്റ്റം അല്ലെങ്കിൽ ലിംഫ് വ്യവസ്ഥ. അപ്പൊ ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ പാർട്സ് എന്ന് പറയുന്നത് ഒന്ന് ലിംഫ്, പിന്നെ ലിംഫ് പോകുന്ന വെസൽ അല്ലെങ്കിൽ ലിംഫ് വെസൽ, ലിംഫ് വാഹി എന്ന് പറയും. ദെൻ ലിംഫ് നോഡ്സ്, ലിംഫ് നോഡുകളുണ്ട്, സ്പ്ലീൻ ഉണ്ട്, അതുപോലെ തന്നെ ബോൺ മാരോ അല്ലെങ്കിൽ അസ്ഥി മജ്ജ, തൈമസ് ഗ്ലാൻഡ്, അതായത് തൈമസ് ഗ്രന്ഥി, നമ്മുടെ ചെസ്റ്റ് റീജിയനിലായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡ്, ഗ്രന്ഥിയെ വിളിക്കുന്ന പേരാണ് തൈമസ് ഗ്ലാൻഡ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ലിംഫാറ്റിക് സിസ്റ്റം അല്ലെങ്കിൽ ലിംഫ് വ്യവസ്ഥ. അപ്പൊ ഈ ലിംഫ് കുറച്ച് മെറ്റീരിയൽസിനെ ഒക്കെ ക്യാരി ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധത്തിനും ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം അല്ലെങ്കിൽ ലിംഫ് വ്യവസ്ഥ സഹായിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പിന്നീടുള്ള ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിക്കും. അതായത് ഈ ലിംഫിനകത്തിലൊക്കെ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് സഹായിക്കുന്ന ഒരുപാട് WBC വൈറ്റ് ബ്ലഡ് സെൽസ് ഒക്കെ ഉണ്ട്. അതായത് ഇമ്മ്യൂണിറ്റിക്ക് സഹായിക്കുന്ന ഘടകങ്ങൾ, പ്രതിരോധത്തിന് സഹായിക്കുന്ന ഘടകങ്ങളൊക്കെ എവിടെയുണ്ട്? നമ്മുടെ ലിംഫിലുണ്ട്. അപ്പം മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യുക മാത്രമല്ല ലിംഫിന്റെ ഫംഗ്ഷൻ, നമുക്ക് എന്ത് നൽകുന്നു? ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധ ശേഷി നൽകുകയും ചെയ്യുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ ഏതിനെ കുറിച്ച് പറയാൻ? ലിംഫാറ്റിക് സിസ്റ്റം. അപ്പൊ ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഏതൊക്കെ പാർട്സ് ചേർന്നതാ? ലിംഫ്, ലിംഫ് വെസല്, ലിംഫ് നോഡ്, ബോൺ മാരോ അല്ലെങ്കിൽ അസ്ഥി മജ്ജ, സ്പ്ലീന്, തൈമസ് ഗ്ലാൻഡ് അല്ലെങ്കിൽ തൈമസ് ഗ്രന്ഥി. അപ്പൊ ലിംഫിന്റെ ഫംഗ്ഷൻസ് എന്താണ്? വാട്ടറിൽ ഇൻസോൾബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധ ശേഷിയും നൽകുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തെ കുറിച്ച് പറയാൻ. അപ്പൊ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ രക്തപര്യന വ്യവസ്ഥയെ കുറിച്ച് പഠിക്കാം. എന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.